أشهد أن محمد رسول الله أشهد أن محمد رسول الله. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയം, ജുമാ നമസ്കാരം നടന്ന രാജ്യത്തെ ആദ്യ പള്ളി. വാസ്തുശില്പകലയിലും വ്യത്യസ്തമാണ് AD 629 മാലിക് ബിൻ ദിനാർ പണി കഴിപ്പിച്ച ഈ പള്ളി. പറഞ്ഞു വന്നത് റമളാനിലടക്കം സന്ദർശനത്തിനും നമസ്കാരത്തിനും ഇഫ്താറിനുമെല്ലാം വിശ്വാസികൾ ഒഴുകിയെത്തുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദിനെ കുറിച്ചാണ്. ചേരമാൻ മസ്ജിദിനെ കുറിച്ചറിയാത്ത വിശ്വാസികൾ ഉണ്ടാകില്ല. മതമൈത്രിയുടെ മങ്ങാത്ത പ്രതീകം കൂടിയാണ് ഈ പള്ളി. റമളാനിൽ മറ്റ് മതസ്ഥർ നടത്തുന്ന ഇഫ്താർ വിരുന്ന് ചേരമാൻ മസ്ജിദിനെ വേറിട്ടതാക്കുന്നു. ഈ കൊടുങ്ങല്ലൂർ എന്നുള്ളത് 3 മതങ്ങളുടെ സംഗമ ഭൂമിയാണ്. പൗരാണികമായ ക്ഷേത്രവും അതുപോലെ തന്നെ അതിപുരാതനമായ ചർച്ചുമെല്ലാം നിലകൊള്ളുന്നത് ഈ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ മതങ്ങളുടെ സംഗമ ഭൂമി എന്ന നിലയിൽ കൊടുങ്ങല്ലൂരിന് എന്തായാലും മതസൗഹാർദ്ദത്തിൻ്റെ അടിത്തറയുണ്ട്. അതിന് പുറമെ ഈ ചേരമാൻ മസ്ജിദിനെ എല്ലാവരും ജാതി മതമന്യേ എല്ലാവരും നോക്കിക്കാണുന്നത് അവരുടെ ആരാധനാലയം എന്ന നിലയിലാണ്. ഇവിടെ വരികയും സന്ദർശിക്കുകയും വളരെ ബഹുമാനത്തോടു കൂടി അവർ ഈ പള്ളിയെ വീക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പള്ളിയുടെ വാസ്തുവിദ്യ മറ്റൊരു പ്രധാന ആകർഷണമാണ്. ഇൻഡോ അറബിക് ശൈലികൾ കോർത്തിണക്കിയാണ് പള്ളിയുടെ നിർമ്മാണം. ചരിഞ്ഞ ടൈൽ മേൽക്കുരകളും മരത്തിന്റെ ഇന്റീരിയറുകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇതെല്ലാം കേരളത്തിന്റെ പരമ്പരാഗത രൂപകൽപ്പന പ്രതിഫലിപ്പിക്കുന്നവയാണ്. ചേരമാൻ പെരുമാൾ എന്ന രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. പ്രാദേശിക പ്രമുഖരെ ഭരണമേൽപ്പിച്ച് ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയി. അവിടെ എത്തിയ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് അറേബ്യയിൽ നിന്നും തിരിച്ചു വരുന്നതിനിടെ അദ്ദേഹം മരിച്ചു. അതിനു തൊട്ടു മുമ്പ് മലയാളത്തിലെഴുതിയ ഏതാനും കുറിപ്പ് സുഹൃത്തുക്കളെ ഏൽപ്പിച്ചു. ഈ കുറിപ്പുകളുമായി പിന്നീട് കൊടുങ്ങല്ലൂരിലെത്തിയത് പ്രവാചക ശിഷ്യനായ മാലിക് ബിൻ ദിനാറും സംഘവുമായിരുന്നു. സംഘത്തെ സ്വീകരിച്ച നാട് പെരുമാളിന്റെ ആഗ്രഹപ്രകാരം പള്ളി നിർമ്മിക്കാൻ അനുമതിയും നൽകി. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിൽ ഉയർന്നത്. 1400 വർഷം പഴക്കമുള്ള പഴയ പള്ളി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പള്ളി പുതുക്കി നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ മറവട്ട് കിടക്കുന്നത് മാലിക് ദിനാറിൻ്റെ മകൻ ഹബീബ് ഇബ്നു മാലിക് ദിനാറും റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത്. അവരാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സഹാബാക്കളുടെ കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണിത്. 1400ഓളം വർഷം പഴക്കമുള്ള പള്ളിയെ ചരിത്ര സ്മാരകമെന്ന നിലയിൽ സംരക്ഷിച്ചു പോരുകയാണ്. ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും സന്ദർശനത്തിനെത്തുന്ന ഒരാരാധനാലയം കൂടിയാണ് ചേരമാൻ മസ്ജിദ്. സന്ദർശകരെ അതിന്റെ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് മാത്രമല്ല, സമ്പന്നമായ ചരിത്ര പൈതൃകത്തിലേക്കും സമാധാനപരമായ അന്തരീക്ഷത്തിലേക്കും ആകർഷിക്കുന്ന ഇടമാണ് ഈ മസ്ജിദ്. ചരിത്ര സാംസ്കാരിക പ്രേമികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് ഇവിടം. ETV ഭാരത്, എറണാകുളം.